ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. Divine, please guide me. And the viewers and the person, late night thoughts എന്താണ്? Please guide me, Divine. Okay. I think പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ ഒരു കണക്ഷൻ ടോട്ടലി എൻഡായി പോയി എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ യാതൊരു തരത്തിലുള്ള ഹോപ്പും കാണുന്നില്ല. മൊത്തത്തിലൊരു എൻഡിങ്സ് ആയിരിക്കും ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് ശരിക്കും യൂണിവേഴ്സ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് മൊത്തത്തിൽ എൻഡായി, ഇനി യാതൊരു തരത്തിലുള്ള ഒരു ഹോപ്പ് ഈ ഒരു കണക്ഷനിലില്ല എന്നുള്ളൊരു ഡെത്തിൻ്റെ എനർജീസാണ്. പ്രസൻ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാക്തർക്കങ്ങൾ ഉണ്ടായിട്ട് കണക്ഷൻ എൻഡായി പോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എക്സാക്റ്റ് ഒരു കണക്ഷൻ എൻഡായി പോയി എന്നുള്ളൊരു എനർജിയിൽ തന്നെയായിരിക്കും ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. എല്ലാ തരത്തിലും ഇവിടെ ഈ ഒരു കണക്ഷൻ സ്റ്റക്കാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് അത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം എനിക്കിവിടെ എഗെയിൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കണക്ഷൻ ഒത്തിരിയധികം എഫേർട്ട് കൊടുത്തിട്ടുണ്ട്, ഒത്തിരിയധികം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. പക്ഷേ എങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും ഈ ഒരു കണക്ഷനിൽ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു കണക്ഷനിൽ അത്രയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു എനർജി അല്ല ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടൈമിലൂടെ ഉള്ളതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കണക്ഷൻ്റെ ഗ്രോത്ത് റേറ്റ് മീൻസ് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു എനർജീസാണ്. നിങ്ങൾ ഈ ഒരു കണക്ഷൻ ഗ്രോ ആവണം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഒരു കണക്ഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഗ്രോത്ത് ഈ ഒരു കണക്ഷനിലില്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ലോ എനർജിയാണ് ഈ ഒരു കണക്ഷൻ്റെ. ടോട്ടലി ഒരു സ്റ്റക്നെസ്സിൻ്റെ എനർജീസാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അത് മാത്രമല്ല നമ്മൾ എഗെയിൻ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടോ അത്രമാത്രം എഫേർട്ടിനുള്ള ഒരു തിരിച്ചൊരു പ്രതിഫലം വേണം എന്നുള്ളൊരു എനർജിയിലാണ് കറൻ്റ്ലി നിങ്ങളുള്ളത്. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു എഫേർട്ടും എടുക്കാതെ നിങ്ങൾ ഈ ഒരു കണക്ഷൻ മൊത്തത്തിൽ എൻഡായി എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. Divine, please guide me. And the viewers and the person, late night thoughts എന്താണ്? Please guide me, Divine. Angels, Divine, please guide me, Divine. The Hanged Man energies ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. എഗെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തി ഈ ഒരു കണക്ഷൻ എൻഡായി എന്നുള്ളൊരു എനർജിയിൽ ഇരിക്കുമ്പോൾ പോലും ഇവർ സ്റ്റിൽ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർ ടോട്ടലി ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, സാഡ് ആണ്. ഒരു പക്ഷേ എന്നാലും സ്റ്റബോൺ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും ഇവരെന്താണോ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ആ ഒരു ഭാഗം മാത്രമാണ് ശരിയെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമോ നിങ്ങൾ ശരിയാണെന്നോ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ആ ഒരു പലപ്പോഴും എന്ത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയാലും ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ഒരു സൈഡ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സൈഡ് മാത്രം ചിന്തിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി ഇയാളുടെ സൈഡ് മാത്രമാണ് നോക്കുന്നത്, നിങ്ങളുടെ സൈഡ് ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് എത്രമാത്രം ഹേർട്ട് ആയിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ, ഒരു എഫോർട്ട് ഇല്ലാതിരുന്നതിൽ നിങ്ങൾക്ക് എത്രമാത്രം ഹേർട്ട് ആയിട്ടുണ്ട്, നിങ്ങൾ എത്രമാത്രം ടയേർഡ് ആയിട്ടുണ്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഒന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല. ഇവരുടെ ഒരു വശം വെച്ച് നോക്കുമ്പോഴേക്കും ഇവർ മാത്രം ഈ ഒരു കണക്ഷനിൽ ഒരു എഫോർട്ട് എടുത്തിട്ടുണ്ട്, ഇവർ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയധികം ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. ആ ഒരു എനർജിയാണ് ഇപ്പം ഇവരെന്തോ വലിയ കാര്യം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ചെയ്തു, ഈ ഒരു കണക്ഷൻ ഫുൾ ഹോൾഡ് ചെയ്ത് ഇവരാണ് പിടിച്ചിട്ടുള്ളത് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഉള്ളത്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. ഐ തിങ്ക് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം മോശമാണ്, അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി ഉള്ളതെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇയാളുടെ മിസ്റ്റേക്ക് ആണെന്നല്ല ഇയാൾ ചിന്തിക്കുന്നത്. ഇയാൾ ചിന്തിക്കുന്ന കാര്യം സമയം മോശമായതുകൊണ്ടാണ്, സമയം ശരിയല്ല, സമയം മോശമാണ്, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയത് എന്ന് പറഞ്ഞ് സമയത്തെയും ദൈവത്തെയും പഴിക്കുന്ന ഒരു എനർജീസ് ആയിരിക്കും ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അതായത് എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതം കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. ചിലർ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവരുണ്ടാക്കിയതാണെങ്കിൽ പോലും ദൈവത്തിന് പഴിചാരുന്നുണ്ടാവും. ലൈക്ക് അത് ദൈവം കാരണമാണ് ഇത്രയും ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഓൾറെഡി വിധിയെ പഴിചാരുന്നുണ്ടാവും. ആ ഒരു എനർജീസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇത് സംഭവിക്കാനുള്ളതായിരുന്നു, ഇതുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിക്കില്ല.
മെജീഷ്യൻ്റെ എനർജീസ് ആണ്. ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് 24/7. അത് നിങ്ങൾക്ക് ട്രിഗർ ആവുന്നുണ്ടാവും. ഈ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജി, ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സെയിം മിററിങ് എനർജീസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. നിങ്ങൾ മിറർ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ. നമുക്കതിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു നൈറ്റ് ഈ ഒരു എനർജീസിൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ടൈപ്പ് ചെയ്യാതെ ഇവരുടെ ഈഗോ അതിന് സമ്മതിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവർ വളരെയധികം ഡൗൺ ആണ്. നിങ്ങൾ പോയതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു എനർജി. ഇവരുടെ ലൈഫിൽ എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും, എത്ര തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർ സ്റ്റിൽ നിങ്ങളെ ഓർത്തിട്ടാണ് സങ്കടപ്പെടുന്നത്. നിങ്ങളുടെ ആ ഒരു നിങ്ങളുമായിട്ട് ആ ഒരു എൻഡിങ് ആയിട്ടുള്ള നിങ്ങളിവരെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഇവരെ വേണ്ട എന്നുള്ളൊരു എനർജിയാണ്. ഇവരൊരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോയല്ല, ഇവരുടെ മിസ്റ്റേക്ക് ഇവർ ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഫയർ സൈൻ ആണ് ആക്റ്റീവ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ് ആണ് കേട്ടോ. ഇവിടെ എഗെയിൻ നമുക്കിവിടെ ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ടവർ മൂവ്മെൻ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു മൊമെൻറ്റിൽ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഡൻ ബ്രേക്ക് ആണ് ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്താണ്? ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ്. ഇവിടെ ഒരു മ്യൂച്വൽ ലവിൻ്റെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾ എത്രമാത്രം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു അത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള 2 വ്യക്തികളാണ്. മേ ബി ഈ ഒരു വ്യക്തി ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ആ ഒരു വ്യക്തിക്ക് അറിയത്തുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി എക്സ്പ്രസീവ് ആയിരിക്കും. മേ ബി ഇത് സെയിം ജെൻഡർ റിലേഷൻഷിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലർക്കൊക്കെ. നിങ്ങൾ സെയിം ജെൻഡർ ആയിരിക്കാം, നിങ്ങളങ്ങനെ റിലേഷൻഷിപ്പിലായിട്ടും ഉണ്ടാവാം. ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു സിറ്റുവേഷൻസിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി ഇല്ലാത്തപ്പോൾ, അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയുടെ എനർജീസിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഒരാൾ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു കൺട്രോളിങ് എനർജിയിൽ നിന്നിട്ടുണ്ടാവും. ആ ഒരു എനർജിയിൽ നിന്നിട്ട് ഭയങ്കരമായിട്ടും മേ ബി നിങ്ങളുടെ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ നിങ്ങളാവാം. 2 പേരിൽ ആരെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ടും റൂഡായിട്ട് ഒരു പെരുമാറിയിട്ടുണ്ടാവാം. ഓക്കെ, ആ ഒരു റൂഡായിട്ട് പെരുമാറിയിട്ടുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എനർജീസിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാണ്ടൊരു എന്താ പറയുക, നിങ്ങളൊന്ന് മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണോ ഇവിടെ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതിലൊരു റിഗ്രഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ഇവരുടെ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇവർക്ക് നിങ്ങൾ പ്രയോറിറ്റി തന്നെയാണ്. ഇവർ പക്ഷേ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നൊരു എനർജീസ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെയല്ല. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് കുറച്ച് പ്രാക്ടിക്കൽ എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ക്യൂൻ ഓഫ് കോയിൻസിൻ്റെ എനർജീസ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൈൻഡിൽ ഒത്തിരി അധികം ഓവർ തിങ്കിങ് ഉണ്ട് ഈ ഒരു ടൈമിൽ. ഈ ഒരു കണക്ഷനെ ചൊല്ലിയിട്ട് ഈ ഒരു കണക്ഷൻ ലൈഫ് ലോങ് പോകുമെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ന്യൂ പേഴ്സൺ എൻ്റർ ആയിട്ടുണ്ടാവാം. ആ ഒരു ന്യൂ പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ മ്യൂച്വൽ ലവ് ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ ഡിഫറൻസസും ഉണ്ട്. ആ ഒരു ഡിഫറൻസസ് ആണ് ഇവിടുത്തെ തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു നിങ്ങളുടെ ഒരു മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇഷ്ടം. സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന അല്ലാത്ത ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം നിങ്ങൾ. ഓക്കെ, സ്റ്റെബിലിറ്റിയാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ടുള്ളത് ഈ ഒരു കണക്ഷനിൽ. അങ്ങനെയാണ് ഈ ഒരു കണക്ഷനിൽ ചെറിയൊരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഓഫർ ചെയ്തിട്ടുണ്ടാവില്ല. ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ളൊരു എനർജി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കമ്മിറ്റ്
കോയിൻസിൻ്റെ എനർജീസും പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജീസുമാണ്. ഇവിടെ ഈ ഒരു എനർജീസ് 4 ഓഫ് കോയിൻസ് മീൻസ് നിങ്ങളെ മാത്രമേ ഇവരുടെ മനസ്സിൽ ഈ ഒരു ടൈമിലുള്ളൂ. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ഇവരുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ 24/7 ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ട്രിഗർ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ ഇവരെ ഡ്രീം ചെയ്യുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇരിപ്പിൽ ഇവരുടെ ചിന്ത വന്നിട്ട് വല്ലാത്തൊരു ഇവരുടെ ആ ഒരു സെയിം ഫീലിംഗ് നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാവാം. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓൾറെഡി ഹാപ്പി ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ അങ്ങ് ഡൗൺ ആവുക, ഒരു റീസൺ ഇല്ല നിങ്ങളുടെ മനസ്സിലൊരു സങ്കടം വരിക. അതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയുടെ മിററിങ് എനർജീസാണ്. നിങ്ങൾ അത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്, പക്ഷെ നിങ്ങൾ വളരെ കാമും കൂളും ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മദർലി നേച്ചർ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി ഭയങ്കര വാ തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തും തുറന്നടിച്ച് പറയുന്ന ഒരു എനർജീസ് ആയിരിക്കും ഒരു വ്യക്തിയുടെ. റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ കണക്ഷനിൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവരെന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു, അതിൻ്റെ ബേസിൽ നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ ഫേസ് വന്നിട്ടുണ്ട്, നമുക്കതാ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ടും ദേഷ്യം വരുന്നൊരു എനർജി ആയിരിക്കും ഒരു വ്യക്തിക്ക്. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ളൊരു മറുപടി ആ ഒരു വ്യക്തിയുടെ പക്കൽ ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ഇവർ മാരീഡ് ആയിരിക്കാം, ഞാൻ ഓൾറെഡി പറഞ്ഞില്ല എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കാം എന്ന്. അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാനുള്ള ഇന്നർ സ്ട്രെങ്ത് ഇല്ലാത്തതായിട്ട് എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ കാണാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം മേ ബി ഈ ടൈമിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഇവരുടെ മനസ്സിൽ 24/7 നിങ്ങൾ മാത്രമാണുള്ളത്. നമുക്കതിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ഇതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. വേറെ ആരും ഇവരുടെ മനസ്സിലില്ല, നിങ്ങൾ മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ്. നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത്. കാരണം അതെനിക്ക് വേണം, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഈ ഒരു കണക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എന്നെ മാരേജ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ ഇവരുടെ യഥാർത്ഥ ഒരു എംപറർ എന്നുള്ള ഒരു എനർജിയിലേക്ക് ഇവരായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ഈഗോയും ആറ്റിറ്റ്യൂഡും കാണിക്കുകയോ അയാളുടെ ആ ഒരു ഈഗോ കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് സൈലന്റ് ട്രീറ്റ് നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പലപ്പോഴും. പക്ഷെ നിങ്ങൾ ഇത്തവണ നിങ്ങൾ കൺട്രോളിൽ നിൽക്കുന്ന ഒരു എനർജിയിലല്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു വ്യക്തി പെട്ടെന്ന് ഡയറക്റ്റായിട്ട് സെപ്പറേഷൻ ഫേസിലേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. കാരണം ഇത്രയും എഫേർട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ എഫേർട്ടിനെല്ലാം ഒരു ഫലം കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരു ആ ഒരു എഫേർട്ടിന് എന്തെങ്കിലും എന്തൊക്കെ എഫേർട്ട് എടുത്തെന്ന് പറഞ്ഞാലും അതെന്താ പറയുക, അതിനൊരു പൂർണ്ണതയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ എഫേർട്ട് എടുക്കുന്നതെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങൾ ഇവരെ മാരേജ് ചെയ്യാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നുള്ളത്. ചിലരൊക്കെ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും കാണുന്നുള്ളത്. ഇവർ റിട്ടേൺ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എഗെയിൻ നിങ്ങളൊരു ഹാപ്പി മാരേജ് ലൈഫിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഇവിടെ വരുന്നില്ല കാര്യങ്ങളൊന്നും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. മേ ബി എന്തെങ്കിലും ഫെമിനൻ എനർജി നിങ്ങളുടെ കണക്ഷനെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ തന്നെ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ തന്നെ, കാരണം നിങ്ങൾ ഈ ഒരു കണക്ഷനെ ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്തൊരു എനർജിയിലാകുമ്പോൾ മൊത്തത്തിൽ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു എനർജിയിലാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജീസ് എനിക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ല ഞാൻ പറയാം നിങ്ങളിപ്പോൾ എന്ത് ആവശ്യമാണോ ഉന്നയിക്കുന്നത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രോങ് എനർജി, അതിനെ ഈ ഒരു വ്യക്തി നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. കാരണം അതിനൊരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു വ്യക്തിക്ക്. ഇവരുടെ കയ്യിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സെപ്പറേഷൻ്റെ എനർജിയിൽ ഇവർ നിൽക്കുന്നുണ്ട്. അല്ല നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് ഇൻട്രസ്റ്റും ഉണ്ട് താല്പര്യവും ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവർക്ക് പറ്റത്തില്ലാത്ത സാഹചര്യങ്ങളായിരിക്കും. അല്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആ ഒരു മറുപടി ഈ ഒരു ടൈമിൽ അവർക്കതിലൊരു ആക്ഷൻ രൂപത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ഇവർ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നുള്ളത്. പക്ഷേ ഇവർക്ക് ഹോപ്പുണ്ട്. ഇന്നിപ്പോൾ സിറ്റുവേഷൻസ് മോശമാണെന്നുണ്ടെങ്കിൽ നാളെ ഒരിക്കൽ എല്ലാ കാര്യങ്ങളും നടക്കും, എല്ലാം സോർട്ട് ഔട്ട് ആവും. ഇതിപ്പം ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ സോർട്ട് ഔട്ട് ആകും, നാളെ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആവും, ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കും.
എല്ലാ വിഷസും പൂർത്തിയാകും എന്നുള്ളൊരു എനർജീസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഈസ് ഓഫ് കോയിൻസിൻ്റെ എനർജീസ് ആണ്. ഇവർ മാരീഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും തോന്നുന്ന നിങ്ങളുമായിട്ടുള്ള കണക്ഷനായി ഒരു വ്യക്തിക്ക്. പക്ഷേ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കേസ് ആകുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നുള്ളത്. കാരണം കമ്മിറ്റ്മെൻറ്റ് വളരെ സ്ലോ എനർജീസ് ആണ്. കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ളൊരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് മൈൻഡിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാവും. അതുകൊണ്ട് ആ ഡിഫറൻസസ് നിൽക്കുക ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജി പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി വലിയത് കാണിക്കാതിരിക്കുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഫാമിലിയിൽ ആരൊക്കെയോ ഇവർ ഭയങ്കരമായിട്ടും സ്വന്തം ഇഷ്ടങ്ങളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടം ഉണ്ടായിട്ട് പോലും തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇവർക്ക് പ്രിയപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി. കാരണം വളരെയധികം സ്നേഹിച്ചാൽ എന്തും ചെയ്യുന്നൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓൾറെഡി നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവാം. ആ ഒരു എനർജി നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട്. ഒരു ഈസ് ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫ്ലോയിങ് ഓഫ് ലവിൻ്റെ എനർജീസ് ആണ്. പക്ഷേ എങ്കിൽ ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിനെയാണ് ടെമ്പറൻസിൻ്റെ എനർജി കാണിക്കുന്നുള്ളത്. ബാലൻസ് ഈ ഒരു കണക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഒരു ബാലൻസ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഇല്ലാത്തതാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ്റെ പ്രശ്നവും. ബാലൻസ് മീൻസ് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ ഒരു രണ്ടിടത്തുനിന്നും ഒരു എല്ലാ തരത്തിൽ നിന്നും നിങ്ങളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ആ ഒരു വ്യക്തി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പക്ഷേ ആ ഒരു എനർജി ഇവിടെ ഇല്ല. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ആക്ഷനാണ്, അല്ലാതെ ഒരു ബാലൻസിൽ നിൽക്കാൻ. എനിക്കൊന്ന് ചേരൊക്കെ നിങ്ങൾ എത്രമാത്രം ക്ഷമിക്കാനും സഹിക്കാനും റെഡിയാണ്. പക്ഷേ ഇവിടെ എഫേർട്ട് വേണം. നിങ്ങളെ ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. പക്ഷേ ഈ ഒരു ക്ലാരിറ്റി ഒന്നും ഒരു വ്യക്തി തരാത്താണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ആവുന്നതെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം എക്സാക്ട്ലി ഒരു കണക്ഷൻ നെയിം എന്താണെന്ന് കൂടിയെങ്കിലും അറിഞ്ഞിരിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ലേ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. കാരണം ഈ ഒരു വ്യക്തി അങ്ങനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല, പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ 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 കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും ആലോചിക്കുന്നത് ഇതിപ്പം എന്താ പറയുക, ആൾക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല, ഇതിലൊരു ബാലൻസും ഇല്ല, എന്താ സംഭവം എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു ഡെത്തിൻ്റെ എനർജീസിൽ നിങ്ങളൊരു ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹോപ്പ് ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു എനർജിയിലാണ് ഇവിടെ നിങ്ങളുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തി. ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ ഇവരുടെ മൈൻഡിൽ 24/7 നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളത്. ലൈക്ക് ഇവർ 24/7 നിങ്ങളെക്കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. എന്നാൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളോട് സെയിം എനർജിയും സെയിം ഫീലിങ്സും ആണ് ഈ ഒരു വ്യക്തിക്കുള്ളത് ഈ ഒരു ടൈമിൽ. അതായത് ഇവർ ഓൾറെഡി നിങ്ങൾ 5Dയിൽ കണക്റ്റഡ് ആയിരിക്കാം. ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ, സീ യു.